അക്ഷരാർത്ഥത്തിൽ ഈ കേസ് കൃത്യമായിട്ട് അന്വേഷണം നടത്തിയാൽ താങ്കൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിപ്പോൾ അഴിമതി ചെയ്യാൻ പ്രേരിപ്പിക്കൽ നടന്നിട്ടുണ്ട്. ആ ശബ്ദരേഖയിൽ നിന്ന് നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ PC ആക്ട് 1988 പ്രകാരം ആ രൂപത്തിൽ കേസെടുക്കേണ്ടതാണ്. അപ്പോൾ വിജിലൻസ് അന്വേഷിക്കണം. അങ്ങനെ ഒരു കത്ത് പ്രതിപക്ഷ നേതാവ് ഇതിനകം നൽകി കഴിഞ്ഞു. ഇതിന്മേലൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു. ഈ പറഞ്ഞതിനൊന്നും സാക്ഷികളില്ല എന്ന് പറയുന്നു. ഈ ശബ്ദരേഖ വന്ന അനിമോന്റെ മൊഴിയെടുത്തു. ബാറുടമകളുടെ അസോസിയേഷന്റെ പ്രതിനിധികളുടെ മൊഴിയെടുത്തു. ഒന്നിനും തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തേച്ചുമാച്ച് കളയാനുള്ള ഒരു അന്വേഷണം. അതിലപ്പുറം എങ്ങനെയാണിത് മുന്നോട്ട് പോവുക? എന്തുകൊണ്ട് വിജിലൻസ് അന്വേഷണമില്ല? വിജിലൻസ് അന്വേഷണമല്ലേ വേണ്ടത്? ഈ വിഷയത്തില് ചോദ്യം ചോദിക്കുന്നവർക്കും അറിയാം, ഈ കേൾക്കുന്നവർക്കും അറിയാം, ഇത് അന്തരീക്ഷത്തിൽ നിന്നും എടുത്ത നമ്മളെ പണ്ട് കേട്ടിട്ട് മാന്ത്രികന്മാർ അന്തരീക്ഷത്തിൽ നിന്നും സൃഷ്ടിക്കുന്നത് പോലെ അന്തരീക്ഷത്തിൽ നിന്നും എന്താ പറയാ അടർത്തിയെടുത്ത ഒരു ആരോപണം എന്നതിൽ കവിഞ്ഞ യാതൊരു പ്രാധാന്യവും ഈ ആരോപണത്തിനില്ല. കാരണം ഒരു കിട്ടാത്ത എന്തെങ്കിലും ആരോപണം കിട്ടാൻ കാരണം എന്ത് പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് എന്ത് അലിഗേഷനാണ് യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കം പുറത്തു വന്നതല്ലേ? അല്ല, ഞാൻ പറയട്ടെ ഈ ബാർ ഉടമകളുടെ ഒരു വിഷയത്തെ നമ്മൾ കാണുമ്പോൾ ബാർ ഉടമകളുടെ പ്രശ്നം എന്തായിരുന്നു? ബാർ ഉടമകളുടെ സംഘടനയിൽ റിഫ്റ്റ് ഉണ്ടായി. ബാർ ഉടമകളുടെ സംഘടനയിൽ നിന്ന് ഒരു വ്യക്തിയെ പുറത്താക്കി. ആ വ്യക്തി ചില ആരോപണങ്ങൾ പറഞ്ഞു. ഇപ്പോഴും ആ വ്യക്തി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹം ആരോപണം ഉന്നയിച്ച ആള് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഭയന്നൊളിവിൽ പോയ ഒരാളാണ്. ഈ ശബ്ദരേഖയിൽ പറഞ്ഞ കാര്യത്തിൽ അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ പ്രിയദർശൻ തമ്പി? ഈ ശബ്ദരേഖ എങ്ങനെ പുറത്തു വന്നു എന്നതല്ലേ അന്വേഷണം? ഒരിക്കലുമല്ല. കാരണം ഇതിനകത്ത് ഇന്ന് വളരെ അസന്നിഗ്ധമായി മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം പരാതി നൽകിയിട്ടുള്ളത്. ശബ്ദരേഖയുടെ കാര്യം മാത്രമല്ല, ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. കാരണം ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഈ അലിഗേഷൻ എപ്പോഴാണ് ഉണ്ടായത്. കാരണം ഇത് ഉണ്ടായത് കഴിഞ്ഞ UDF മിനിസ്ട്രിയുടെ കാലത്തുണ്ടായ ആരോപണങ്ങൾ ഞാനൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബാറുകൾ അടച്ച സംഭവങ്ങളും അത് സംബന്ധിച്ചുണ്ടായ വിവാദങ്ങളും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും എല്ലാം. അപ്പൊ അതുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ സാധ്യമല്ലാത്ത അലിഗേഷൻ, ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. സ്പെസിഫിക് അല്ലാത്ത വേഗ് ആയിട്ടുള്ള കുറെ അലിഗേഷൻസ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ പറയുന്നു. അതിനൊന്നും ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള യാതൊരു എവിഡൻസും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇപ്പോൾ കാണുന്നത്. അതിനെ നിയമപരമായിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് അത് കോടതിയെ സമീപിക്കുവാൻ സാധിക്കും, വിജിലൻസിനെ സമീപിക്കാൻ സാധിക്കും, അതിൽ വിജിലൻസിന് കേസെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം വേറെ കാര്യം. പക്ഷെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന അലിഗേഷൻസ് പ്രൈമാ ഫേസിയ നോക്കിക്കഴിഞ്ഞാൽ അലിഗേഷൻസിൽ പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യവും പറയുന്നില്ല. ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ മാത്രമല്ലാതെ അതിനെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇത് സംബന്ധിച്ച് വരുന്നില്ല എന്നുള്ളതാണ് Debate with Smriti Parithikad.